വീടോളം പ്രിയപ്പെട്ടതാണ് ജന്മനാടിന്റെ ഭാഷയും. ആശയവിനിമയത്തിനുമപ്പുറം ഒരു വലിയ സംസ്കാരത്തെ കൂടി ഭാഷ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ഭാഷ ഏറ്റവും ലളിതമാകുന്നത് അമ്മ മധുരം വാക്കിൽ കലരുമ്പോഴാണ്. ജനിച്ചു വീഴുന്ന നാൾ മുതൽ കേട്ടുപഠിക്കുന്ന വാക്കോളം പ്രിയപ്പെട്ടത് മറ്റെന്താണ്? അമ്മ ചൊല്ലിത്തരുന്നതിന്റെ പ്രാദേശികതയുടെ വാമൊഴിയുടെ വിശാലതയാണ് മാതൃഭാഷയ്ക്ക്. 2000 മുതൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ മാതൃഭാഷാ ദിനം ആചരിക്കുന്നുണ്ട്. ബഹുഭാഷാ പഠനം തലമുറകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. ലോകത്തിന്റെ നാനാ സംസ്കാരവും പാരമ്പര്യവും പേറി വീടുപോലെ പ്രിയപ്പെട്ടതാണ് ഓരോ മനുഷ്യനും ജന്മമുരുവാക്കിയ ഭാഷ. വിവിധ ഭാഷകളും സംസ്കാരവുമുള്ള ഇന്ത്യ ആ ഭാഷാവൈവിധ്യത്തിന്റെ പ്രാദേശികതയിലാണ് ഒരുമിച്ച് നിൽക്കുന്നത്. തെലുങ്കും തമിഴും മലയാളവും ബംഗാളിയും ഹിന്ദിയും ഭാഷയെന്ന അതിർവരമ്പിനുമപ്പുറം രാജ്യത്തിന്റെ അഖണ്ഡതയുടെ കൂട്ടിച്ചേർക്കൽ കൂടിയാണ്. മലയാളത്തിനുമുണ്ട് പല ഭാഷാഭേദങ്ങളുള്ള മലയാളം, പലരും പലതായി പറയുന്ന വാക്ഭേദങ്ങളുള്ള മലയാളം, സപ്തഭാഷ സംസാരിക്കുന്ന കാസർഗോഡിന്റെ മലയാളം, മലബാറിന്റെ മറ്റൊരു മലയാളം, കോഴിക്കോടിന്റെ മലയാളം, വള്ളുവനാടിന്റെ തനി മലയാളം, തമിഴിൽ തട്ടി നിൽക്കുന്ന പാലക്കാടൻ മലയാളം. അങ്ങനെ ഒരു ഭാഷയ്ക്ക് പല ഭേദങ്ങൾ. എങ്കിലും ഇഷ്ടവാക്കോളം പ്രിയപ്പെട്ടതാണ് മാതൃഭാഷയും. മാതൃഭാഷ മരിക്കുന്നുവെന്ന മുറവിളികൾക്കിടയിലും ഭാഷയെ ചേർത്തു പിടിക്കുകയാണ് ലോകം. ലോകഭാഷയെന്ന സീമ ഭേദിച്ച് ഭാഷയുടെ പ്രാദേശികതയിലേക്ക് മടങ്ങുന്നുണ്ട് ലോകം. പെറ്റമ്മയായ അമ്മ മലയാളത്തിന് പോറ്റമ്മയായ മറ്റു ധാത്രിമാർക്ക് മാതൃഭാഷാ ദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.